ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, മറ്റൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഇതിന് പ്രത്യേകം 12 മണിക്കൂറാണ് കണ്ടിന്യൂസ് ലൈവ് ഉണ്ടാവുക. അപ്പോൾ അത്രയും ലൈവുകൾ നമ്മൾ ഏകദേശം 622 സ്ലൈഡ്സ് ആണ് ഇന്നലെ ഒരു ദിവസം നമ്മൾ ചെയ്ത് തീർത്തത്, നിങ്ങളത്ര കണ്ടു തീർത്തത്. സോ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് എടുക്കാൻ പറ്റാത്തത്, യൂട്യൂബ് സമ്മതിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അതുകൊണ്ട് ലൈവ് കഴിഞ്ഞ ഉടനെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. പ്രോബബിലിറ്റി ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർ ഇട്ട് വെക്കാം. ചോദ്യം ഇങ്ങനെയാണ്: എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് മക്കളെ, വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോട് വരാൻ പറയുക. ഇന്ന് രാത്രിത്തെ വൈകുന്നേരത്തെ 5 മണിൻ്റെ മെഗാ സൂപ്പർ 60ലേക്ക് കേട്ടോ എല്ലാവരും വരാൻ പറയുക. വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ടെയിൽ ഒക്കേഴ്സ്? 2 കോയിൻ ടോസ് ചെയ്യുന്നു. നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യാൻ ഹെഡ് ടൈല് ഹെഡ് ടൈല്. ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിൽ നമ്മളോട് ചോദിച്ചത് അറ്റ്ലീസ്റ്റ് 1 ടൈലാണ്, ഏറ്റവും ചുരുങ്ങിയത് 1 ടൈലെങ്കിലും. അപ്പോൾ 2 ടൈലായാലും കുഴപ്പമില്ല. നമ്മളോട് എന്താണ് ഏറ്റവും ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് 1 ടൈൽ എന്നാണ് പറഞ്ഞത്. സോ വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ടൈൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈലും ഇല്ലാതാക്കാൻ പാടില്ല, 1 ടൈലെങ്കിലും വേണം. 1, 2, 3. സോ 3/4 ആണ് ആൻസർ കേട്ടോ. 3/4 2 മാർക്കാണ്. പല ആൾക്കാരും 2/4 എഴുതും, പക്ഷേ തെറ്റാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പരീക്ഷ ചോദിക്കാറുണ്ട്. സോ P ഓഫ് E ഓർ F എന്ന് പറഞ്ഞാൽ P ഓഫ് E യൂണിയൻ F ആണ്. P ഓഫ് E യൂണിയൻ F എന്ന് പറഞ്ഞാൽ P ഓഫ് E പ്ലസ് എഴുതി വെച്ചോളൂ കേട്ടോ. P ഓഫ് E പ്ലസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. P ഓഫ് F മൈനസ് P ഓഫ് E ഇൻ്റർസെക്ഷൻ F. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. P ഓഫ് E എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു. P ഓഫ് E എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 പ്ലസ് 1/2 മൈനസ് 1/8 ആണ് ഇക്വേഷൻ. 1/4 പ്ലസ് 1/2 മൈനസ് 1/8. അപ്പോൾ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 8 ആക്കാം. സോ 2/8 പ്ലസ് 4/8 മൈനസ് 1/8. 2 4 6, 6 1 കുറച്ചാൽ 5, 5/8 ആണ് ആൻസർ. ഓക്കെ, 2 4 6 ആണ്, 6 1 കുറച്ചാൽ 5 ആണ്, 5/8 ആണ് P ഓഫ് E ഓർ F എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്തൊരു ചോദ്യമുണ്ട്, P ഓഫ് നോട്ട് E ആൻഡ് നോട്ട് F. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. P ഓഫ് നോട്ട് E ആൻഡ് നോട്ട് F എന്ന് പറഞ്ഞാൽ 1 മൈനസ് P ഓഫ് E യൂണിയൻ F ആണ്. ഓക്കെ, ഇതേ ഇക്വേഷൻ തിരിച്ചും വരാം. P ഓഫ് നോട്ട് E ഓർ വന്നാൽ നിങ്ങളിവിടെ ഇൻ്റർസെക്ഷൻ ആക്കിയാൽ മതി, ബാക്കി ഒരു മാറ്റവും ഇല്ല. സെയിം ഇക്വേഷൻ പഠിച്ചു വെക്കാം. തൊട്ട് മുകളിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ 1 മൈനസ് P ഓഫ് E യൂണിയൻ F ദാറ്റ് ഈസ് ഇക്വൽ ടു 1 മൈനസ് 5/8 ദാറ്റ് ഈസ് ഇക്വൽ ടു 3/8 ആണ്. ഓക്കെ, 4 മാർക്കിന് ഒരുപാട് തവണ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുള്ളത് കാർഡ് പ്രോബ്ലംസ് ആണ്. കാർഡ് പ്രോബ്ലംസ്. സോ കാർഡ് പ്രോബ്ലംസ് വരുന്നതിന് മുമ്പേ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഒരു 2 ചോദ്യം കൂടി ഞാൻ പഠിപ്പിക്കുകയാണ് മക്കളെ, അതും കൂടി കണ്ടിട്ട് പോയിക്കോളൂ. ഒരു കമ്മിറ്റിയിൽ 2 ആളുകളെ സെലക്ട് ചെയ്യണം. ഫ്രം 2 men and 2 women. അതായത് 4 ആളുകളുണ്ട്, അതിൽ 2 ആളുകളെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4C2 ആണ്. 4C2 പറഞ്ഞാൽ 6 ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ച മക്കളെ നിർബന്ധമായിട്ടും നിങ്ങൾ ഡിനോമിനേറ്ററിൽ ടോട്ടൽ വൈസ് എഴുതണം. ഇതാണ് ടോട്ടൽ വൈസ്. വീഡിയോ മുഴുവനും കാണുക. എന്തായാലും ഒരു ചെറിയ ലവ് ചിഹ്നമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം, മിനിമം. അല്ലാത്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് 1 man? നമുക്കറിയാം ഇവിടെ ആകെ 2 മാനും 2 വുമണും ഉള്ളത്. അതിന് 1 man എടുക്കണം എന്നാൽ 2C1 ആണ്. പക്ഷേ നമുക്ക് ടോട്ടൽ എത്ര ആൾക്കാർ എടുക്കണം? 2 ആളുകൾ എടുക്കണം. അപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കണം 2C1. അപ്പോൾ ടോട്ടൽ 2 എണ്ണം ആവുന്നത് വരെ നമ്മൾ എന്തിടണം? ഇൻറ്റു ഇടണം. സോ 2C1 ഇൻറ്റു 2C1 ഡിവൈഡ് ബൈ 6. ദാറ്റ് ഈസ് 2C പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു 2 പറഞ്ഞാൽ 4/6. ദാറ്റ് ഈസ് 4/6 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2 men, 2 പുരുഷന്മാരായിരിക്കണം. അപ്പോൾ 2 പുരുഷന്മാരായിരിക്കണം 2C2 ആണ്. 2 പുരുഷന്മാർ ബൈ ടോട്ടൽ. സോ 1/6 ഫുൾ മാർക്ക്. 2C2/6 1/6 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കമ്മിറ്റി ഓഫ് 2 person ഈസ് സെലക്റ്റഡ് ഫ്രം 2 men and 3 women. 2 മെന്നും 3 womenഉം. 2 മെന്നും 3 womenഉം. അതായത് മൊത്തം 5 ആളുകളുണ്ട്. അതിൽ നിന്ന് 2 ആളുകൾ എന്ന് പറഞ്ഞാൽ 5C2 ആണ് ടോട്ടൽ വൈസ്. 5C2 ആണ് ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ആളാ? 5C2 പറഞ്ഞാൽ 10 ആണ്. കാൽക്കുലേറ്റർ എടുക്കുക, ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് നോ മാൻ? പുരുഷന്മാരുണ്ടാവാനേ പാടില്ല എന്നാൽ സ്ത്രീകളാണ്. സ്ത്രീകൾ എത്രയാണ്? 3 ആൾക്കാർ, അതിൽ 2 ആൾക്കാർ. 3C2/10. 3C2 പറഞ്ഞാൽ 3 × 4 12, 12/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 6/10 ദാറ്റ് ഈസ് ഇക്വൽ ടു 3/5 ആണ്. ഓക്കെ, ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം? എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഈ രീതിയിൽ കാർഡ് പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു 5-6 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റ് ആയി കഴിഞ്ഞു. മക്കളെ ശ്രദ്ധിച്ചോളൂ. കാർഡ് പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ നിർബന്ധമായിട്ടും അറിയണം. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലൈവിലോ നമ്മളെ സ്ലൈഡിലൊക്കെ ഉണ്ട്.
അതായത് ഇത്രേ ഉള്ളൂ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 കാർഡ് 7 കാർഡ് എടുക്കണം ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 കാർഡാണ് എടുക്കേണ്ടത് 52 കാർഡിൽ നിന്നും. സോ 52C7 ആണ് ടോട്ടൽ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം കിങ് ആവണം മക്കളെ. ഒരു കാർഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ 52 കാർഡുണ്ട്. അതിൽ 26 എണ്ണം ബ്ലാക്ക് ആണ്, 26 എണ്ണം റെഡ് ആണ്. അതിൽ തന്നെ 13 എണ്ണം സ്യൂട്ട് 1, 13 എണ്ണം സ്യൂട്ട് 2, 13 എണ്ണം സ്യൂട്ട് 4. അതായത് അതിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 സ്യൂട്ടായിട്ട്, അതായത് ക്ലബ്ബ്, ഹാർട്ട്, സ്പെയ്ഡ്, ഡയമണ്ട്. ഓക്കെ, അതിൽ ക്ലബ്ബും സ്പെയ്ഡും ആണ് ഒന്ന് ബ്ലാക്ക് വരുന്നത്, ബാക്കി രണ്ടും ഹേർട്ടും ഡയമണ്ടും റെഡാണ്. അതിൽ തന്നെ 3 ഫേസ് കാർഡ് ഉണ്ട്, 3 ഫേസ് കാർഡ്, വിച്ച് മീൻസ് ടോട്ടൽ 12 ഫേസ് കാർഡ് ഉണ്ട് ടോട്ടൽ. ആ ഫേസ് കാർഡിൽ 4 കിങ് ഉണ്ട്, 4 കിങ്, 4 ക്യൂനുണ്ട്, 4 ജോക്കറോ ഏതാ വെച്ചാൽ അത്, പിന്നെ 4 എയ്സ് കാർഡും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. 4 കിങ്, 4 ക്യൂന്, 4 ജോക്കർ, 4 എയ്സ് കാർഡ്. എയ്സ് കാർഡ് എല്ലാത്തിലും ഓരോന്നേ ഉള്ളൂ. ഇതിലൊരു എയ്സ്, ഇതിലൊരു എയ്സ്, ഇതിലൊരു എയ്സ്, ഇതിലൊരു എയ്സ്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതറിയാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല, കാരണം ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെയാണ്, എല്ലാ കിങ്ങും വേണമെന്ന് പറഞ്ഞാൽ ആകെ 4 കിങ്ങാൾ, അത് 4 എണ്ണം വേണം. മൊത്തം 7 എണ്ണേ വരാൻ പാടുള്ളൂ, 4 എണ്ണം വന്നു. ഇനി നമ്മൾ ഈ 4 കിങ്ങിനെ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഈ 52 എണ്ണത്തിൽ ഇനി 4 എണ്ണത്തിന് ഉപയോഗിച്ചാൽ അതിൽ കിങ് വരും. അപ്പോൾ 52 എണ്ണം 4 ഒഴിവാക്കുക. അപ്പോൾ എത്ര കിട്ടും, 48 എണ്ണം, അതിൽ നിന്ന് 3 എണ്ണം. സോ 4C4 × 48C3 ആണ്. മനസ്സിലാത്ത ആൾക്കാർ ഒന്നും കൂടി കാണുക. നമുക്കറിയാം എല്ലാ കിങ്ങും വേണം തന്നെ 4 കിങ്ങിനെ നമ്മൾ എടുത്തു, ഇനി കിങ് ഉണ്ടാവില്ല അതിൽ. അപ്പം 52 എണ്ണം 4 എണ്ണത്തിനെ ഒഴിവാക്കുക, 48C3. കാരണം മൊത്തം 7 എണ്ണം വേണം. 7 എണ്ണം വേണ്ടത് കൊണ്ട് നമ്മൾ ഇൻറ്റു ഇടുന്നു, പ്ലസ് അല്ല. അടിയിൽ എപ്പോഴും ടോട്ടൽ എഴുതണം 52C7. ഇത് പറ്റുന്ന ആൾക്കാർ കാൽക്കുലേറ്റർ എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 3 കിങ് ആണ് എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം 3 കിങ് ആണെങ്കിൽ മൊത്തം 4 കിങ് ആണുള്ളത്, അതിൽ നിന്ന് 3 കിങ് 4C3 ആണ്. മൊത്തം 4 കിങ് ഉണ്ട്, അതിൽ നിന്ന് 3 കിങ്, അതാണ് 4C3. അപ്പോൾ ബാക്കി ടോട്ടൽ 7 എണ്ണം വേണം. ബാക്കി 48 എണ്ണത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 4 എണ്ണം എടുക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, സാർ ഇവിടെ 49 വേണ്ടതെന്ന്. അത് വേണ്ട, കാരണം കിങ് എന്ന് പറഞ്ഞത് 4 എണ്ണമാണ് ആകെ ഉള്ളത്. ഇനി അതിലേക്ക് ഒരു കിങ് വന്നാൽ വീണ്ടും അതിലേക്ക് കിങ് വരും, എടുക്കുന്നത് കിങ് ആവും. അപ്പോൾ കിങ് ഇനി വരാൻ പറ്റില്ല, ആകെ 3 കിങ്ങേ പറ്റുള്ളൂ. അപ്പോൾ 4C3 എന്നാൽ കിങ് 4 ഇവിടെ എടുത്ത് വെച്ചു, ബാക്കി 4 ഒഴിവാക്കിയ 48. 48C4 ഡിവൈഡഡ് ബൈ 52C7. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് വന്നതാണ്. എ കാർഡ് ഈസ് ഡോൺ ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി ഐദർ എ കിങ് ഓഫ് ഡയമണ്ട് ഓർ എ ക്യൂൻ ഓഫ് ഹാർട്ട്. മക്കളെ, ഐദർ എ കിങ് ഓഫ് ഡയമണ്ട്, നമുക്കറിയാം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ 13 എണ്ണം ഉണ്ട്. അതിൽ എത്ര കിങ് ഉണ്ട്, ആകെ ഒരു കിങ്ങേ ഉള്ളൂ. അതായത് കിങ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ 52 കാർഡിൽ ആകെ കിങ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഒന്നേ ഉള്ളൂ. കിങ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഒന്നേ ഉള്ളൂ. 52 കാർഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാർഡാണ് നമ്മൾ എടുക്കുന്നത്, ഒരു കാർഡ്. അപ്പോൾ ടോട്ടൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ബേസ് എന്ന് പറഞ്ഞാൽ 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു, 52C1, ദാറ്റ് ഈസ് 52. ആ എടുക്കുന്ന കാർഡ് എന്താവണം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി ഐദർ എ കിങ് ഓഫ് ഡയമണ്ട്. നമുക്കറിയാം ഡയമണ്ട് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്യൂട്ടാണ്. അതിൽ കിങ് എത്തുന്നുണ്ട്, ഈ 3 ഫേസ് കാർഡിൻ്റെ ഇടയിൽ ഒരു കിങ് ഉണ്ട്. അതായത് ആകെ ഇവിടെ ഒരു കിങ്, ഇവിടെ ഒരു കിങ്, ഇവിടെ ഒരു കിങ്, ഇവിടെ ഒരു കിങ്. അതിൽ ഡയമണ്ടിൽ ഒരു കിങ്ങേ ഉള്ളൂ. സോ 1/52 ആണ് ആൻസർ. പക്ഷേ അവിടെ ഒരു ഓർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് യൂസ് ചെയ്യണം. ഓക്കെ, എ ക്യൂൻ ഓഫ് ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുന്ന അടുത്തൊരു ഇതിൽ എത്ര ക്യൂനുണ്ട്, ഒരു ക്യൂനുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് ഹാർട്ട് എന്നാൽ ഒരു 1/52 കൂടി. അപ്പോൾ ഓർ ഒന്നുകൊണ്ട് പ്ലസ് ഇടുക. സോ 2/52 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/26. കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആ കാർഡിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് അറിയുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഐ റിപ്പീറ്റ് അഗൈൻ, ഒരു കാർഡാണ് എടുക്കുന്നത്. ആ ഒരു കാർഡ് എന്തായിരിക്കണം, കിങ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഡയമണ്ടിലെ കിങ്. ആകെ ഡയമണ്ടിൽ എത്ര കിങ്ങേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയത്. ക്യൂൻ ഓഫ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഹേർട്ടിലെ ക്യൂന് ഒന്നേ ഉള്ളൂ, 1/52. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം എന്ന ക്വസ്റ്റ്യൻ ആണ്. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. കൺസിഡർ ദി ഫോളോയിങ് ഇവൻറ്റ്സ്. നോ ഹെഡ് അപ്പിയേഴ്സ്. ഹെഡ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വന്നത്. ചോദ്യം കാണിച്ചു തരാം. സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതന്നെ ക്വസ്റ്റ്യൻ തന്നെ. എക്സാലി 1 ഹെഡ്, അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ആദ്യം നമുക്കിതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാം. 3 തവണ കോയിൻ ടോസ് ചെയ്യുന്നു. ഹെഡ് 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 ടൈല് ഹെഡ് ടൈല് ഹെഡ് ടൈല് ഹെഡ് ഹെഡ് ടൈല് 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 ഹെഡ് ടൈല് ഹെഡ് ടൈല് ഹെഡ് ടൈല് ടൈല്. ഇതാണ് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞത്.
ഓക്കെ. ഇനി ഈ സാമ്പിൾ സ്പേസിൽ മറ്റേ 3 കൂടി എഴുതാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ നോ ഹെഡ് ഉണ്ടാകാൻ പാടില്ല. ഹെഡ് ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഇതിലൊക്കെ ഹെഡ് ഉണ്ട്. അപ്പോൾ ടി എക്സാക്ട്ലി 1 ഹെഡ്, കറക്റ്റ് ഒരു ഹെഡ് എത്ര നാൾ എച്ച് ടി എച്ച് കറക്റ്റ് ഒരു ഹെഡ് ഇതാണ്. അത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ഇത് എ, ഇത് ബി, സി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് 2 ഹെഡെങ്കിലും വേണം. അപ്പോൾ 2 ഹെഡ് എച്ച് പിന്നെ ഫുള്ള് ഹെഡുള്ളതും പറ്റും. ഫുൾ ഹെഡ് ഏറ്റവും ചുരുങ്ങിയത് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ 3 കുഴപ്പമില്ല. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് സാമ്പിൾ സ്പേസ് ആൻഡ് ഇവൻസ് ABC എക്സ്പെരിമെൻറ്റ്. ഇത് 3 എഴുതാൻ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതി 1 മാർക്ക്, ഈ 3 എഴുതുന്നതിന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 2 മാർക്കാണ്. അടുത്തൊരു ചോദ്യം, ഡു ദേ ഫോം എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മക്കളെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ തന്ന സെറ്റുകളെല്ലാം കൂടി കൂട്ടിയാൽ, എല്ലാം കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണമൊക്കെ കൂട്ടിയാൽ സാമ്പിൾ സ്പേസ് കിട്ടുമെങ്കിൽ, ഇപ്പോൾ 3 എണ്ണം ഇവിടെ ഉള്ളത് എ ബി സി, ഏതെങ്കിലും എ യൂണിയൻ ബിയോ ഓർ ബി യൂണിയൻ സിയോ അല്ലെങ്കിൽ എ യൂണിയൻ സിയോ ഇനി അല്ലെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂട്ടുന്ന സമയത്ത് ടോട്ടൽ എന്ത് കിട്ടുക? എസ് കിട്ടുകയാണെങ്കിൽ അത് മ്യൂച്വലി എക്സ് ഹോസ്റ്റീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എം ടി കിട്ടുക. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എം ടി കിട്ടുകയാണെങ്കിൽ അതെന്താണ്? എക്സ്ക്ലൂസീവ് ആണ്. അത് മാറിപ്പോയത്. ഇത് എക്സോസ്റ്റീവ്. ഇത് രണ്ടുമാണ് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എം ടിയും, എക്സ് ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് എടുക്കുമ്പോൾ എല്ലാം കിട്ടുന്നതും. അപ്പോൾ ആ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡു ദേ ഫോം എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് റീസൺ. അപ്പോൾ നമ്മൾ എയും ബിയും യൂണിയൻ എടുത്ത് നോക്കുക. എയും ബി ഇൻ്റർസെക്ഷൻ, എയിലും ബിയിലും ഇൻ്റർസെക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എം ടി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എം ടി ആണ്. സോ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കറക്റ്റാണ്. ഇനി ബിയും സിയും എടുത്ത് നോക്കിയാൽ മക്കളെ, ബിയും സിയും രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിലെല്ലാത്തിലും 1 എച്ച് ഉള്ളതേ ഉള്ളൂ, ഇതിലെല്ലാത്തിലും 2 എച്ച് ഉള്ളതേ ഉള്ളൂ. സോ അതിലും എന്തില്ല? കോമൺ ആയിട്ടൊന്നുമില്ല. സോ ബിയും സിയും എന്താണ്? ഇൻ്റർസെക്ഷൻ 0 ആണ്. സോ ബിയും സിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കറക്റ്റാണ്. എയും സിയും നോക്കിയാൽ മക്കളെ, എ എന്ന് പറഞ്ഞാൽ ടി ഉണ്ട്, സിയിൽ എന്തില്ല? ടി ഇല്ല. സോ എയും സിയും ഓൾസോ എന്താണ്? ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഇൻ്റർസെക്ഷൻ ആണ്. ഇതാണ് എം ടി ആണ്. സോ എ ബി സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ടു ഈച്ച് അതർ. ഇത് 3 എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കാരണം എന്താ വെച്ചാൽ എല്ലോ എന്താണ്? ഇൻ്റർസെക്ഷൻ എം ടി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ടൈൽ. 2 ടൈൽ കിട്ടാനുള്ള പ്രോബിലിറ്റി. 2 ടൈലുള്ള ആകെ എത്തണുള്ളൂ? 3 എണ്ണേ ഉള്ളൂ. സോ 3/8 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് മ്യൂച്വലി എക്സോസ്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എ യൂണിയൻ ബി എന്താ നോക്കുക. എ യൂണിയൻ ബി, എയും ബി യൂണിയൻ എടുക്കുമ്പോൾ മൊത്തത്തിൽ കിട്ടുമോ? ഇല്ല, ആകെ 4 കിട്ടുള്ളൂ. മൊത്തം 8 എണ്ണം ഉണ്ട്. എയും ബിയും ചെയ്താൽ കിട്ടില്ല. ബിയും സിയും ചെയ്താൽ കിട്ടുമോ? ബിയും സിയും ഇല്ല, ഇവിടെ 3 എണ്ണവും ഇവിടെ 4 7 എണ്ണേ കിട്ടുള്ളൂ. മൊത്തം കിട്ടില്ല. എയും ബിയും സിയും ചെയ്താൽ കിട്ടുന്നുണ്ടോ നോക്കി മക്കളെ. എ ടി യെസ്, നമുക്ക് ഓരോന്ന് പറയട്ട് പോവാം. എ ടി ഉണ്ട്, ടി എച്ച് ഉണ്ട്, ടി എച്ച് ടി ഉണ്ട്, എച്ച് ടി ടി ഉണ്ട്, എച്ച് എച്ച് ടി ഉണ്ട്. എവിടെ ഉണ്ട്? എച്ച് എച്ച് ടി ഉണ്ട്. പിന്നെ എച്ച് ടി എച്ച് ഉണ്ട്, ടി എച്ച് ഉണ്ട്, എച്ച് യെസ്. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എന്തുണ്ട്? അത് എ ഇൻ്റർസെക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി വരികയാണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി, ഇത് 3 കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എസ് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ബി സി ആർ മ്യൂച്വലി എക്സോസ്റ്റീവ്. അത് എക്സോസ്റ്റീവും കൂടിയാണ്. എക്സ്ക്ലൂസീവിനപ്പുറം അത് എന്തും കൂടിയാണ്? എക്സോസ്റ്റീവ് ആണ്. ഇനി ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ ഒരെണ്ണം കുറഞ്ഞെന്ന് വിചാരിച്ചോ, അതെന്തല്ല? എക്സോസ്റ്റീവ് അല്ല. ഓക്കെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിർബന്ധമാക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, എല്ലാവരോടും വരാൻ പറയാം കേട്ടോ. സോ 2 ചോദ്യം കൂടി ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒരു കാർഡ് എടുക്കുന്നു, 1 കാർഡ് 52 കാർഡിൽ നിന്നു. അപ്പോൾ ടോട്ടൽ വേസ്റ്റ് എന്നാൽ 52 C1 ആണ്. 52. ആ എടുക്കുന്നത് എന്തായിരിക്കണം? ഡയമണ്ട് ആയിരിക്കണം. നമുക്കറിയാം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ 13 എണ്ണമുള്ളത്. അപ്പം 13/52 13 C1/52 C1. ഒരു കാർഡ് ആയിരിക്കുന്നതുകൊണ്ട് C1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നോട്ട് ആൻ എയ്സ് കാർഡ്. എയ്സ് കാർഡ് ആവാൻ പാടില്ല. നമുക്കറിയാം മൊത്തം 52 കാർഡ് ഉണ്ട്, അതിൽ 4 എയ്സ് ഉണ്ട്. അപ്പോൾ എയ്സ് ആകാൻ പാടില്ല എന്നാൽ ബാക്കി 48 കാർഡാണ്. സോ 48/52. ചെറുതാക്കാൻ പറ്റുന്ന ആൾക്കാർ ചെറുതാക്കുക, അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ചെറുതാക്കാതെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ ചെറുതാക്കണമാണ് നല്ലത്. ബ്ലാക്ക് കാർഡ് നമുക്കറിയാം 26 ബ്ലാക്ക് കാർഡുകൾ, 26 C1/52 C1. സോ 26/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2.
ഓക്കെ, അപ്പോൾ 4 മാർക്കിന് ചോദ്യമാണ് ഒരിക്കലും വന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു കാർഡ് എടുക്കുക. അതിൻ്റെ പ്രോപ്പർട്ടി ദാറ്റ് ദ കാർഡ് ഈസ് എ ബ്ലാക്ക്. നമുക്കറിയാം 26 ബ്ലാക്കാണ്. സോ 26 C1/52. ദ കാർഡ് ഇസ് ഡോൺ ഈസ് എ ഫേസ് കാർഡ്. നമുക്കറിയാം മൊത്തം 12 ഫേസ് കാർഡ് ഉണ്ട്. 12/52. ചെറുതാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെറുതാക്കാം. 12 നമുക്ക് 1/4 എന്ന് എഴുതാം അല്ലേ? സോറി 1/4 അല്ല, 12 നമുക്ക് 6, 4 കൊണ്ട് കട്ട് ചെയ്യാടെ. യെസ്, 4 കൊണ്ട് കട്ട് ചെയ്താൽ 3/13 കിട്ടും. അടുത്തത് ദ കാർഡ് ഈസ് ഡോൺ ഈസ് എ ബ്ലാക്ക് ഫേസ് കാർഡ്. നമുക്കറിയാം ആകെ ഫേസ് കാർഡ് അത്ര നാളിൽ ആകെ 12 എണ്ണുള്ളത്. അതിൽ 6 എണ്ണമാണ് ബ്ലാക്കിൽ വരുന്നത്, 6 എണ്ണം റെഡിലും. 6/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/26 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/26. ഓക്കെ, അത് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇല്ല നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. അത് നിങ്ങൾ നാളെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബിലിറ്റിയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. പറ്റുകയാണെങ്കിൽ ആ വീഡിയോ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോ കടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക വന്ന കാര്യങ്ങൾ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. വീഡിയോയുടെ കമൻറ്റ് മറക്കരുത്, നിങ്ങൾ അയച്ചു കൊടുക്കട്ടെ. അത്രയും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈവ് കഴിഞ്ഞ് 12 മണിക്കൂറോളം നിങ്ങളുടെ ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ എല്ലാ ഫ്രണ്ട്സോട് വരാൻ പറയുക. ഇന്നലെ സൂപ്പർ സിച്ച് നമുക്ക് അടിപൊളിയാക്കണം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.